ഹായ്, ഇറ്റ്സ് മീ മെർലിൻ. ഇന്ന് ഞങ്ങൾ പിടിയും കോഴിയും ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അച്ഛ തേങ്ങ പൊതിക്കുന്ന രംഗമാണ് ഈ കണ്ടത്. മമ്മിയാണെങ്കിൽ പൊടിയെല്ലാം എടുത്ത് ഒന്ന് ജസ്റ്റ് എത്രത്തോളമാണോ വേണ്ടത് അത് അത്രയും പൊടിയൊക്കെ എടുത്ത് സെറ്റാക്കി വെക്കുക കേട്ടോ. ആൻറ്റി ആണെങ്കിൽ വെള്ളം ചൂടാകാൻ വേണ്ടിയിട്ട് തിളച്ച് നല്ല അടിപൊളിയായിട്ട് വെട്ടി തിളയ്ക്കുന്ന പോലെ വേണം നമുക്ക് വെള്ളം കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ അകത്തേക്ക് ഇച്ചിരി ജീരകവും കൂടി നമ്മൾ ഇടും കേട്ടോ. ജീരകം അത്യാവശ്യം ഇതിന് നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ജീരകവും കൂടി അതിൻ്റെ അകത്ത് ഇട്ടിട്ട് നന്നായിട്ട് വെക്കും. ഞാനാണ് തേങ്ങ പൊട്ടിക്കുന്നിടത്ത് കാവല, വേറൊന്നുമല്ല, എൻ്റെ ആദ്യം ഭയങ്കര ഇഷ്ടമാണ് തേങ്ങാ വെള്ളം. അത് പൊട്ടിക്കുന്ന ഒച്ച കേൾക്കുമ്പോൾ ഓടി വരേണ്ടതാണ് ആശാൻ. ആക്ച്വലി പുള്ളിക്കാരൻ ഉറക്കം വന്നിട്ട് പുള്ളിക്കാരനെ മമ്മീൻ്റെ കൂടെ ഞാൻ കിടത്താൻ വേണ്ടി വിട്ടതാണ് കേട്ടോ. സോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തേങ്ങാ വെള്ളം കൊണ്ടുപോയി കൊടുത്തു അവന്. അമ്മായി ആണെങ്കിൽ ചിക്കൻ കറി വെക്കാനുള്ള സാമഗ്രികളൊക്കെ റെഡിയാക്കുക കേട്ടോ. നമ്മുടെ ഉള്ളിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് നമ്മൾ ചിക്കൻ വെക്കുന്നുണ്ടല്ലോ, സോ ചിക്കൻ കഴുകാൻ വേണ്ടി ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആൻറ്റി ആണെങ്കിൽ അതൊക്കെ എടുത്തൊന്ന് പാത്രത്തിലേക്ക് കുഴഞ്ഞിടുന്നുണ്ട് കേട്ടോ. സോ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ അമ്മായി ഇങ്ങനെ അരിഞ്ഞുതരും. ഓരോരുത്തരും ഓരോ പണി ചെയ്യുകയാണെങ്കിൽ നല്ലതല്ലേ. സോ അച്ഛയാണെങ്കിൽ നീ ചിരണ്ടിയാലൊന്നും ആവില്ലടി, ഞാൻ ഇന്നെങ്കിലും ഈ ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ചിരണ്ടണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയതാണ് കേട്ടോ ആക്ച്വലി അത്. സോ എന്നിട്ട് അച്ഛൻ വേഗം ചിരണ്ടി ഇടുന്നുണ്ട്. ഭയങ്കര എക്സ്പേർട്ടാണെന്ന് തോന്നുന്നു തേങ്ങ ചിരക്കാൻ വേണ്ടിയിട്ട്. എനിവേ പുള്ളി നല്ല അടിപൊളിയായിട്ട് ചിരണ്ടി കേട്ടോ. ആൻറ്റി ആണെങ്കിൽ ഇറച്ചി എല്ലാം കഴുകിയെടുക്കുകയാണ്, വൃത്തിയാക്കി എടുത്തു. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ആ വെള്ളം നമ്മൾ എടുത്തു വെച്ച പൊടിയിലേക്ക് ഒഴിക്കുക കേട്ടോ. ആവശ്യാനുസരണം നമ്മൾ ഇളക്കി കുഴച്ച് കൊടുത്ത് നോക്കി വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി, കൂടി പോകാൻ പാടില്ലല്ലോ. അങ്ങനെ നമുക്ക് കൈയിട്ടൊന്നും ഇളക്കാൻ പറ്റില്ല കേട്ടോ. നല്ല അത്യാവശ്യം നല്ല വെട്ടി തിളച്ച വെള്ളം നമ്മൾ അതിൻ്റെ ഒഴിക്കുമ്പോൾ നമുക്ക് ഓർത്ത് നോക്കി എത്രത്തോളം ചൂടുണ്ടാകുമെന്ന്. അതിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് തേങ്ങയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിതറി കൊടുത്തു കേട്ടോ. മമ്മിയാണെങ്കിൽ കൈ കൊണ്ട് കുഴയ്ക്കാനുള്ള ദൗത്യം ഏറ്റങ്ങ് എടുത്തു. എന്നാന്ന് പറഞ്ഞാലും അമ്മായിൻ്റെ അടുത്തുനിന്ന് ചീത്ത വരെ കേൾക്കാൻ തുടങ്ങി. സോ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഈ അമ്മായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ശീലിച്ച ആൾക്കാരാണ്. ഇത് മാത്രമല്ല, പലഹാരക്കൂട്ടം അമ്മായിനെ തോൽപ്പിക്കാൻ വേറെ ആൾക്കാരില്ല കേട്ടോ. കാരണം അത്രമാത്രം ഉണ്ടാക്കും. പല കല്യാണങ്ങൾക്കും എന്താ പറയുക, അമ്മായി സഹായിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പണ്ടത്തെ ആൾക്കാരല്ലേ, അവർക്ക് ഈ കൈ കൊണ്ട് ചൂടൊക്കെ ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് അവർ കുഴച്ച് ഉറക്കിയൊക്കെ തരും. മമ്മിക്കാണ് നന്നായിട്ട് ചൂട് പിടിച്ചിട്ട് അമ്മായി പുറകെ വടി കൊണ്ട് നിൽക്കുന്ന പോലെ നിൽക്കും കേട്ടോ. ഈ ചെയ്യടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എനിവേ അത് മൊത്തം ആ ദൗത്യം പൂർത്തിയാക്കി മമ്മി. ശേഷം ഞങ്ങൾ പുഴുക്കലരി പൊടിച്ചതുണ്ടായിരുന്നു, അത് ജസ്റ്റ് വിതറിയിട്ട് അതിൻ്റെ വണ്ടിയിലേക്കാണ് നമ്മൾ ബോൾ ടൈപ്പ് ആക്കിയിട്ട് ഈ മാവ് ഇങ്ങനെ ആക്കിയിടുന്നത് കേട്ടോ. സോ ആ ദൗത്യം ഞാനും അച്ഛയും ഏറ്റെടുത്തിരിക്കുന്നു. ഞങ്ങളങ്ങനെ കുഞ്ഞു ബോളാക്കി മാറ്റി. ഇറച്ചിയാണെങ്കിൽ ഇതിനുള്ളിൽ എല്ലാം ആൻറ്റി സെറ്റാക്കിയായിരുന്നു കേട്ടോ. ഞാൻ അതിന് ലാസ്റ്റ് പോയി രുചി നോക്കിയപ്പം ഇച്ചിരി പുളി കുറവുണ്ട്, അതായത് കുത്തൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു പൊടീനെ. സോ ഞാൻ ഇച്ചിരി നാരങ്ങയും കൂടെ പിഴിഞ്ഞു വെച്ചു കേട്ടോ. ഞങ്ങളുടെ ബോൾസ് എല്ലാം റെഡിയാണ്. അതിന് ശേഷം നമ്മൾ ഒരു വലിയ ഉരുളിക്കകത്ത് വെള്ളം നന്നായിട്ട് വെച്ച് ഇച്ചിരി ജീരകം ഇട്ട് വെട്ടി തിളയ്ക്കാൻ വേണ്ടി വിട്ടു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് വേണം നമുക്ക് കുറച്ച് തേങ്ങാപ്പീര ആദ്യമേ വെതറി കൊടുക്കും. ശേഷം നമ്മൾ എന്ത് ചെയ്യും, ആ പിടിക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കുഞ്ഞു ബോൾ ടൈപ്പില്ലേ, സോ ആ സാധനം മാവ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇടും കേട്ടോ. അത് നന്നായിട്ട് തിളച്ച് വരുമ്പം ഇച്ചിരി കറിവേപ്പിലയും കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ കുത്തി കൊടുക്കാൻ പാടുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൊടിഞ്ഞു പോകുക, അല്ലെങ്കിൽ ഇളക്കാൻ പാടില്ല. സാധാരണ ഇട്ട് ഇളക്കുന്ന പോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുക. ഇതാട്ടോ ലാസ്റ്റ്. ഈ കളർ എന്താണെന്ന് വെച്ചാൽ അറിയാമല്ലോ, പുഴുക്കലരിയാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്ത്, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. പച്ചരി നമ്മൾ യൂസ് ചെയ്തില്ല. ഇച്ചിരി ടേസ്റ്റ് കൂടുതലായിരിക്കും പുഴുക്കലരി യൂസ് ചെയ്യുന്ന സമയത്ത് കേട്ടോ. എന്തായാലും ചിക്കൻ കറിയും കൂട്ടി ഞാനൊരു പിടി അങ്ങ് പിടിച്ചു കേട്ടോ. എന്തായാലും അടിപൊളിയായിരുന്നു.